ജില്ലയിൽ വീണ്ടും കാലവർഷക്കെടുതികൾ. പ്രക്ഷുബ്ധമായ തീരമേഖല. നിരവധി വീടുകൾ വെള്ളത്തിലായി. ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ചേറ്റുവ ഹാർബറിൽ നിന്ന് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം തകർന്നു. 6 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാതായി. ഒരു ബോട്ടിനെ കുറിച്ച് വിവരമില്ല. തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം. ഇരിങ്ങാലക്കുട നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ നിന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. നിരവധി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. പരിശോധന തുടരുമെന്ന് അധികൃതർ. ആദൂർ വട്ടാനത്ര റോഡിലെ ഫാമിൽ നിന്ന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. പരിസരവാസികൾ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കാലവർഷക്കെടുതി വീണ്ടും രൂക്ഷം. തീരദേശ മേഖലയിലാണ് മഴയും കടലേറ്റവും വെള്ളക്കെട്ടും ദുരിതം വിതയ്ക്കുന്നത്. അറബിക്കടലിൽ രൂപപ്പെട്ടിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. തീരദേശങ്ങളിലാണ് കാലവർഷക്കെടുതികൾ ഏറെ ദുരിതം വിതച്ചത്. കൊടുങ്ങല്ലൂർ, ചാവക്കാട് താലൂക്കുകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വരെ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളോട് അടിയന്തരമായി തിരികെ എത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകളും ബീച്ചുകളിൽ വിനോദസഞ്ചാരികളെയും നിയന്ത്രിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ ശക്തമായതോടെ ജലനിരപ്പ് ഉയർന്ന ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി. 4 ഷട്ടറുകളും 1 ഇഞ്ച് വീതമാണ് ഉയർത്തിയത്. നേരത്തെ 8 ഇഞ്ച് വരെ ഉയർത്തിയിരുന്ന ഷട്ടറുകൾ മഴ കുറഞ്ഞതോടെ 1 സെന്റിമീറ്റർ വരെയാക്കി താഴ്ത്തിയിരുന്നു. വൃഷ്ടി പ്രദേശത്ത് മഴ വീണ്ടും കനത്തതോടെയാണ് ഷട്ടർ ഉയർത്തിയത്. ഇപ്പോൾ 76.17 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. ചേറ്റുവ ഹാർബറിൽ നിന്ന് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബന്ധന ബോട്ട് തകർന്നു. വള്ളത്തിലുണ്ടായിരുന്ന 6 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാതായി. തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി ആന്റണിയാണ് കാണാതായത്. പൊന്നാനി തീരമേഖലയിൽ 24 നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് സാമുവൽ എന്ന വള്ളം തകർന്നത്. ക്രിസം നൈറ്റ് എന്ന കപ്പലിലെ തൊഴിലാളികളാണ് തകർന്ന ബോട്ടിലുള്ളവരെ രക്ഷിച്ചത്. ഇവരെ മട്ടാഞ്ചേരി വാർഫിൽ എത്തിച്ച ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് ലംഘിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചേറ്റുവ ഹാർബറിൽ നിന്ന് തമ്പുരാൻ, സാമുവൽ എന്നീ വള്ളങ്ങൾ മത്സ്യബന്ധനത്തിന് പോയത്. വയർലെസ്, മൊബൈൽ ഫോൺ എന്നിവയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിവരം ലഭ്യമായിരുന്നില്ല. തമ്പുരാൻ വള്ളവുമായി ഇടയ്ക്കിടെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിലും വയർലെസ് സിഗ്നൽ കിട്ടിയിരുന്നില്ല. കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി അറിയിപ്പ് ലഭിച്ചതോടെയാണ് മുനയ്ക്കക്കടവ് തീരദേശ പോലീസ് CI റബിയത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചത്. 3 വള്ളങ്ങളാണ് കടലിൽ പോയത്. ഒരു വള്ളം കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരുന്നു. തമ്പുരാൻ വള്ളത്തിൽ 7 പേരും സാമുവൽ വള്ളത്തിൽ 6 തൊഴിലാളികളുമാണ് ഉണ്ടായിരുന്നത്. തീരദേശ പോലീസ്, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവർ കാണാതായ തമ്പുരാൻ വള്ളത്തിലെ തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കൊടുങ്ങല്ലൂർ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. 1000-ലധികം വീടുകൾ വെള്ളത്തിലായി. എടവിലങ്ങ് കാരയിൽ കടലാക്രമണത്തിൽ കല്ലിശ്ശേരി ലെനിയുടെ വീട് പൂർണ്ണമായും തകർന്നു. എറിയാട് പഞ്ചായത്തിലെ ചന്ത, ആറാട്ടുവഴി, പേബസാർ, ലൈറ്റ് ഹൌസ്, എടവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ്, കാര, വാക്കടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കടൽക്ഷോഭം ശക്തമായത്. വാക്കടപ്പുറത്തിന് തെക്കുഭാഗത്തുള്ള ഒട്ടനവധി വീടുകൾ വെള്ളക്കെട്ടിലാണ്. എറിയാട് ചന്ത കടപ്പുറത്ത് ജിയോ ബാഗും മണൽ ചാക്കുകളും കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക തടയണ മറികടന്ന് 1.5 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് കടൽ കയറിയിട്ടുണ്ട്. കടൽ ഭിത്തിയോട് ചേർന്നുള്ള നിരവധി വീടുകൾ തകർച്ചയുടെ വക്കിലാണ്. ഇതേ നില തുടർന്നാൽ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് തീരദേശം. ഇവിടങ്ങളിൽ 100 കണക്കിന് വീടുകൾ വെള്ളം കയറിയ നിലയിലാണ്. കടൽ കയറുന്ന മേഖലകളിലെ വീടുകളിലുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ സന്നദ്ധ പ്രവർത്തകർ സുരക്ഷിത താവളങ്ങളിൽ എത്തിക്കുകയാണ്. തൃപ്രയാർ മേഖലയിൽ കടൽക്ഷോഭം ശക്തമായി. എങ്ങണ്ടിയൂർ, ഏത്തായ്, പൂക്കുളങ്ങര, വാടാനപ്പള്ളി, പൊക്കാഞ്ചേരി ബീച്ചുകളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. ഏത്തായ് ബീച്ചിൽ അതിശക്തമായാണ് കടൽ വെള്ളം അടിച്ചു കയറുന്നത്. നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. തിരിയടിച്ചെത്തുന്ന വെള്ളം പൂക്കുളങ്ങര പുഴയിലേക്ക് ഒഴുകുകയാണ്. പൂക്കുളങ്ങര പഴയ സാഗർ ക്ലബിന് സമീപത്തും കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. വാടാനപ്പള്ളി, പൊക്കാഞ്ചേരി ബീച്ചിലും കടൽക്ഷോഭം ശക്തമായി. ശക്തമായ കാറ്റിനൊപ്പം കുഴിപ്പൻ തിരമാലയാണ് കടൽക്ഷോഭം രൂക്ഷമാക്കിയിരിക്കുന്നത്. പൊക്കാഞ്ചേരി ബീച്ചിൽ താമസിക്കുന്ന പണിക്കശ്ശേരി പ്രേമയുടെ വീട് പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. കടപ്പുറം പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷം. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി.
കടപ്പുറം പഞ്ചായത്തിലെ മുനയ്ക്കക്കടവ്, വെളിച്ചെണ്ണപ്പടി, മൂസാ റോഡ്, അഞ്ചങ്ങാടി വളവ്, ആശുപത്രിപ്പടി, അനന്തവാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കടലേറ്റം രൂക്ഷമായിരിക്കുന്നത്. കടൽവെള്ളം റോഡ് കവിഞ്ഞൊഴുകുന്നതാണ് ദുരിതമായി മാറുന്നത്. വീടുകളിലേക്ക് കടൽവെള്ളം തിരയടിച്ചെത്തുന്നതിനെ തുടർന്ന് പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. കയ്പമംഗലം മേഖലയിൽ കടലേറ്റം രൂക്ഷം. കമ്പനിക്കടവ്, വഞ്ചിപ്പുര, ആറാട്ടുകടവ്, കൂളിമുട്ടം, ഭജനമഠം എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കടൽ ഭിത്തിക്ക് മുകളിലൂടെ തിര ആഞ്ഞടിക്കുകയാണ്. ഭജനമഠത്ത് ആൾതാമസമില്ലാത്ത വീട് കടലെടുത്തു. മഹാ ചുഴലിക്കാറ്റിനെ തുടർന്ന് മുന്നറിയിപ്പുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങിയിട്ടില്ല. ചാവക്കാട് കടലോര ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. പോലീസിന്റെ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന നടപടികൾ തൊഴിലാളികൾ അവസാനിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മത്സ്യബന്ധനത്തിന് പോയ ശേഷം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുക ഏറെ ശ്രമകരമാണെന്ന് തൊഴിലാളികൾ മനസ്സിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ നിന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. മാപ്രാണം റോഡ് റോസ് റെസിഡൻസി, ഇരിങ്ങാലക്കുടയിലെ വീനസ് ഹോട്ടൽ, ഗ്രാമ്യ ഹോട്ടൽ, RS ഹോട്ടലിലെ വരദാനം ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത്. ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഠാണാവിലെ നാഷണൽ ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും 50 മൈക്രോണിൽ താഴെയുള്ള നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ S. ബേബി, KG അനിൽ, ജിനി, സനോജ്, രാഗേഷ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ആദൂർ വട്ടാനത്ര റോഡിലെ ഫാമിൽ നിന്ന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. ശുദ്ധജല സ്രോതസ്സുകളിൽ മാലിന്യം കലർന്നതോടെ സമീപവാസികൾ ദുരിതത്തിലായി. പശു, ആട് തുടങ്ങിയവയെ വളർത്തുന്ന സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ നിന്ന് സമീപത്തെ പാറയ്ക്കത്തോട് വഴി ഞെള്ളൂർ തോട്ടിലേക്കാണ് മലിനജലം ഒഴുക്കുന്നത്. ഞെള്ളൂർ തോട്ടിലൂടെ ഒഴുകുന്ന മാലിന്യം മൂർക്കനാട് ചിറ വഴി മണലിപ്പുഴയിൽ കലരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മാലിന്യം നിറഞ്ഞുണ്ടാകുന്ന ദുർഗന്ധം മൂലം പരിസരവാസികളാകെ ദുരിതത്തിലാണ്. നിലവിൽ പ്രവർത്തന കാലാവധി പൂർത്തിയായ ഫാമിന്റെ ലൈസൻസ് പുതുക്കുന്നതിന് തൃക്കൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം കണ്ടതിന് ശേഷമേ ഫാമിന് തുടർ പ്രവർത്തനത്തിന് അനുമതി നൽകാവൂ എന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിബനൻ ചൂണ്ടേലപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. പുതുക്കാട് തെക്കേത്തുറവിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് വീട്ടമ്മ മരിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് കച്ചറയ്ക്കൽ കിഴക്കൂട്ട് വീട്ടിൽ ഷാജുവിന്റെ ഭാര്യ 45 വയസ്സുള്ള ശാന്തയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കഴുകിയിട്ട വസ്ത്രങ്ങളെടുത്ത് ഇറങ്ങുന്നതിനിടെ കാൽ വഴുതി വീഴുകയായിരുന്നു. വീടിനോട് ചേർന്നുള്ള ചെളി നിറഞ്ഞ കുഴിയിൽ വീണക്കിടക്കുന്ന നിലയിലാണ് ശാന്തയെ കണ്ടത്. ഉടനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കടൽക്ഷോഭം രൂക്ഷമായ കടപ്പുറം പഞ്ചായത്തിൽ വർഷങ്ങളായി തകർന്നുകിടക്കുന്ന കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം. പഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീറിന്റെ നേതൃത്വത്തിൽ അഞ്ചങ്ങാടി വളവിൽ സമീപവാസികൾ റോഡ് ഉപരോധിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീബ രതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ VM മനാഫ്, PV ഉമ്മർ കുഞ്ഞി, PA അഷ്കർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് CI G ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത്. മേഖലയിൽ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. നാട്ടിക ചെമ്മാപ്പള്ളി കോളനിയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. തോപ്പിൽ ഭാനുമതിയുടെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. മേൽക്കൂര തകർന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, വില്ലേജ് ഓഫീസർ KS സൂരജ്, പഞ്ചായത്ത് അംഗങ്ങളായ KV സുകുമാരൻ, ബിന്ദു പ്രദീപ് എന്നിവർ സ്ഥലത്തെത്തി. ശക്തമായ മഴയിൽ കാട്ടൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കാട്ടൂർ പുത്തൂർ പുളിക്കൻ വർഗീസിന്റെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞത്. 50 വർഷത്തോളം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞത്. കിണറിനോട് ചേർന്നുള്ള മോട്ടോർ ഷെഡും മോട്ടോറും കിണറിൽ താഴ്ന്നുപോയി. കനത്ത മഴയെ തുടർന്ന് ചാലക്കുടി കാർമൽ സ്കൂൾ ഗ്രൗണ്ടിൽ നിശ്ചയിച്ചിരുന്ന ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കായികമേളയുടെ ആദ്യദിന മത്സരങ്ങൾ മാറ്റിവെച്ചു. അനുകൂല കാലാവസ്ഥയുണ്ടായാൽ വെള്ളിയാഴ്ചയിലെ മത്സരങ്ങൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. വ്യാഴാഴ്ചയിലെ ആദ്യ ഇനമായ 5000 മീറ്റർ നടത്ത മത്സരത്തിനിടെയാണ് മഴ തടസ്സമായെത്തിയത്. മഴയത്ത് കായികമേള നടത്തുന്നതിനെതിരെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ആദ്യ ദിനത്തിലെ എല്ലാ മത്സരങ്ങളും മാറ്റിയത്. കൃഷി വകുപ്പിന് കീഴിലുള്ള എടത്തിരുത്തിയിലെ വിത്തുൽപാദന കേന്ദ്രത്തിലെ ഓഫീസ് കെട്ടിടം ഇപ്പോഴും ശോചനീയാവസ്ഥയിൽ. നിലവിൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിൽ. പ്രളയത്തെ അതിജീവിച്ച് നെൽവിത്തുൽപാദനത്തിൽ മറ്റ് കേന്ദ്രങ്ങളെക്കാളും മികച്ച നേട്ടം കൈവരിച്ച കുട്ടമംഗലത്തുള്ള സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രമാണ് വർഷങ്ങളായി ശോച്യാവസ്ഥയിൽ തുടരുന്നത്.
ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കേന്ദ്രത്തിന് അറ്റകുറ്റപ്പണികൾക്കായി 35 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും പ്രതികൂല കാലാവസ്ഥയായതിനാൽ പണികൾ നീണ്ടുപോവുകയായിരുന്നു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മൂലം 100 മീറ്റർ അകലെയുള്ള ജീവനക്കാരുടെ 2 ക്വാർട്ടേഴ്സുകളിൽ ഒന്നിലാണ് ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിലും സമാന അവസ്ഥയാണ്. ക്വാർട്ടേഴ്സ് താമസയോഗ്യമല്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ അമിത വാടക നൽകി പുറമേ താമസിക്കേണ്ട ഗതികേടിലാണ്. സീനിയർ കൃഷി ഓഫീസർ ഉൾപ്പെടെ 15 പേരാണ് സ്ഥിരം തസ്തികയിലുള്ളത്. ചുറ്റുമതിലില്ലാത്തതിനാൽ രാത്രി സാമൂഹിക വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണെന്ന് അധികൃതർ പറയുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ചുറ്റും വേലികെട്ടിയെങ്കിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന കന്നുകാലികൾ ഇത് മുഴുവൻ നശിപ്പിക്കുകയും വിളകൾക്ക് നാശമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പ്യൂണിന്റെയും കാവൽക്കാരന്റെയും തസ്തികകൾ ഒഴിവുണ്ടെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ മൂലം നിയമനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. മഴ മാറിയാൽ പണികൾ തുടങ്ങുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. TCV കയ്പമംഗലം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കര പുതുപ്പാലത്ത് വാഹനാപകടം. പെട്ടി ഓട്ടോറിക്ഷയും മിനി ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന ടെമ്പോയുടെ ചക്രങ്ങൾ ഊരിവീണു. ടെമ്പോയുടെ പുറകിലെ ഇടതുഭാഗത്തുള്ള 2 ചക്രങ്ങളാണ് ഊരിവീണത്. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ടെമ്പോ സിഗ്നൽ തെളിഞ്ഞയുടനെ മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് സംഭവം. ചക്രങ്ങൾ ഊരി വീഴുന്നത് കണ്ട് പുറകിൽ വന്നിരുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടതും ടെമ്പോയ്ക്ക് വേഗത കുറഞ്ഞതും അപകടം ഒഴിവാക്കി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ അപകടങ്ങൾക്കിടയാക്കുന്ന അശാസ്ത്രീയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്റ്റാൻഡിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. ബസ്സുകൾ അശ്രദ്ധമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കൊടകര വട്ടേക്കാട് സ്വദേശി സിബിൻ മരിച്ചിരുന്നു. എത്രയും വേഗം പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ തുടർ സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് സദാശിവൻ കുറവത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MK ഷൈൻ അധ്യക്ഷത വഹിച്ചു. BR രഞ്ജിത്ത്, ബൈജു അറക്കൽ, ബാബു കൊട്ടേക്കാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂർ ആദൂരിൽ സ്കൂൾ ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ മെറ്റൽ കയറ്റി വന്ന ടിപ്പർ ലോറി വഴിയോരത്തെ കുളത്തിലേക്ക് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ലോറി വരുന്നത് കണ്ട് സ്കൂൾ ബസ് കുളത്തിന് എതിർവശത്തേക്ക് ഒതുക്കി നിർത്തിയതിനാൽ ദുരന്തം ഒഴിവായി. റോഡരികിലേക്ക് ഒതുക്കിയ ലോറി സമീപത്തെ മണ്ണിടിഞ്ഞ് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ഇതേ റോഡിൽ വഴിയോരത്ത് അപകടകരമായ രീതിയിൽ 2 കുളങ്ങളുണ്ടെന്നും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഇവ മൂടുകയോ വശം കെട്ടി സംരക്ഷിക്കുകയോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാരിക്കടവിലെ മലയൻ കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. ജനമൈത്രി പോലീസും പൊതുജനങ്ങളും അംഗങ്ങളായിട്ടുള്ള സന്നദ്ധ സംഘടനയായ മേഴ്സി കോപ്പ് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചു നൽകിയതോടെയാണ് ആദിവാസികളുടെ വർഷങ്ങൾ നീണ്ട ദുരിതത്തിന് പരിഹാരമായത്. മറ്റത്തൂർ പഞ്ചായത്തിലെ 9ാം വാർഡിലാണ് കാരിക്കടവ് മലയൻ കോളനി സ്ഥിതി ചെയ്യുന്നത്. കുറുമാലിപ്പുഴയുടെ കൈവഴിയായ മുപ്ലിപ്പുഴയോരത്തുള്ള കോളനിയിൽ 2 കിണറുകളുണ്ട്. വേനൽക്കാലത്ത് പുഴ വറ്റുന്നതോടെ കോളനിയിലുള്ള കിണറുകളും വറ്റിവരളും. പിന്നീട് പുഴയിൽ കുഴിയുണ്ടാക്കി അതിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളമാണ് കോളനിയിലെ കുടുംബങ്ങൾക്ക് ആശ്രയം. വേനൽ കടുത്താൽ ഈ കുഴികളും വറ്റും. പിന്നെ ലോറിയിലെത്തുന്ന വെള്ളമാണ് കോളനി നിവാസികൾക്ക് ആശ്രയം. 2017 ആദിവാസികളുടെ ദുരിതം മാധ്യമങ്ങൾ വഴി ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ ചാലക്കുടി CI KS സുദർശൻ മുൻകൈയെടുത്താണ് മേഴ്സി കോപ്സിന്റെ സഹായത്തോടെ കോളനിയിലെ ജലക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിന്റെ ഭാഗമായി കോളനിയിലെ കിണറുകളുടെ ആഴം കൂട്ടുകയും ആൾമറ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. കിണറുകളോട് ചേർന്ന് മോട്ടോർ ഷെഡുകളും നിർമ്മിച്ചു. ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം കോളനിയുടെ പ്രവേശന കവാടത്തിനു സമീപം വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ചാണ് വിതരണം ചെയ്യുന്നത്. മുഴുവൻ വീടുകളിലേക്കും പൈപ്പ് ലൈൻ എത്തിച്ച് ടാപ്പുകൾ സ്ഥാപിച്ചു. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള 2 ടാങ്കുകളാണ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കോളനിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. 2 വർഷം മുൻപ് പദ്ധതി പൂർത്തീകരിച്ചെങ്കിലും ഔപചാരികമായ ഉദ്ഘാടനം വൈകുകയായിരുന്നു. പ്രളയത്തിൽ കിണറുകളിലൊന്ന് പുഴവെള്ളം നിറഞ്ഞ് മലിനമാകുകയും മോട്ടോർ കേടുവരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മേഴ്സി കോപ്പ് പ്രവർത്തകരെത്തി കിണറുകൾ വൃത്തിയാക്കുകയും മോട്ടോറുകൾ നന്നാക്കി പദ്ധതി പ്രവർത്തനക്ഷമമാക്കി നൽകുകയും ചെയ്തു. കാരിക്കടവ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച ADGP ഡോക്ടർ B സന്ധ്യ നിർവഹിച്ചു. TCV ന്യൂസ് കൊടകര. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള സമാപിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാവറട്ടി ക്രൈസ്റ്റ് കിങ് ഗേൾസ് ഹൈസ്കൂളും ജേതാക്കളായി.
41 വിദ്യാലയങ്ങളിൽ നിന്നായി 1500ഓളം കായിക പ്രതിഭകൾ മത്സരങ്ങളിൽ മാറ്റുരച്ചു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി AD സാജു അനുസ്മരണ പ്രഭാഷണം നടത്തി. PR പ്രേമൻ, റാഫി എളവള്ളി, ജിജി കടവല്ലൂർ എന്നിവർ സംസാരിച്ചു. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ദേശീയപാത നെല്ലായിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം മാള INTUCയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ദിലീപ് പരമേശ്വരൻ, ജോഷി പേരപ്പാടൻ, വിനോദ് വിധേയത്തിൽ, സമദ് ചൊവ്വര എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. വയോജനക്ഷേമം സ്കൂൾ തല ബോധവൽക്കരണ പരിപാടി ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ വയോജനക്ഷേമ ബോധവൽക്കരണ ക്ലാസ് ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസറും മെയിന്റനൻസ് ട്രൈബ്യൂണലുമായ C. ലതിക ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ബ്രോഷർ പ്രകാശനം ചെയ്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, പ്രസീത ഗോപിനാഥൻ, കസ്തൂർബായ്, ബിനി സെബാസ്റ്റ്യൻ, മാർഷൽ C. രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ ലിഷ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. AR രാധാകൃഷ്ണൻ, NS വിജയൻ, വക്കച്ചൻ അമ്പൂക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്മാർട്ട് ഫോണുകൾക്കും സൂപ്പർ ബൈക്കുകൾക്കും പുറകെ സമപ്രായക്കാർ പായുമ്പോൾ കുഞ്ഞുറുമ്പും എട്ടുകാലിയും പോലുള്ള കൊച്ചു ജീവികളെ ക്യാമറയുമായി പിന്തുടരുകയാണ് TG നിരഞ്ജൻ എന്ന 10ാം ക്ലാസ്സുകാരൻ. നിരഞ്ജൻ പകർത്തിയ 60ഓളം ചിത്രങ്ങളുടെ പ്രദർശനം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചപ്പോൾ കാണാനെത്തിയത് മുതിർന്ന ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ നിരവധി പേരാണ്. പ്രായത്തിൽ കവിഞ്ഞ ഉൾക്കാഴ്ചയും വൈഭവവും പ്രകടിപ്പിക്കുന്നതാണ് നിരഞ്ജന്റെ ചിത്രങ്ങൾ. പ്രകൃതിയിലേക്ക് തുറന്നുവച്ച നിരഞ്ജന്റെ ക്യാമറ കണ്ണുകളിൽ സൂക്ഷ്മജീവികൾ മുതൽ കൗതുക കാഴ്ചകൾ വരെയാണ് പതിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സമ്മാനാർഹനായ നിരഞ്ജൻ അധ്യാപകനായ TV ഗോപിയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥ ശ്രീദേവിയുടെയും മകനാണ്. നിരഞ്ജനം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനം കൊടകര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EL പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സുധ അധ്യക്ഷത വഹിച്ചു. സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സപ്പര്യ, പ്രധാനാധ്യാപിക PP മേരി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, കൊടകര. KPCC വിചാർ വിഭാഗ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിബനൻ ചൂണ്ടേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ചെയർമാൻ സതീശൻ ഈരാളത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ വട്ടക്കുഴി ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയും അനുസ്മരണ പ്രഭാഷണവും നടത്തി. വട്ടായി പത്താഴക്കുണ്ട് കുടിവെള്ള പദ്ധതി നിർമ്മാണം പൂർത്തിയാകുന്നു. തെക്കുംകര പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന കുണ്ടുകാട്, മേപ്പാടം, പറമ്പായി, കുത്തുപാറ, പനങ്ങാട്ടുകര വാർഡുകളിലെ 2000ഓളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതി ഗുണകരമാകും. 3.5 ലക്ഷം ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്ന ടാങ്കിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി. പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് ടാങ്കിലേക്ക് 5 കിലോമീറ്റർ പൈപ്പും സ്ഥാപിച്ചു കഴിഞ്ഞു. 6 മാസത്തിനകം എല്ലാ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാക്കി ജലവിതരണം നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു കാളിയങ്കര അധ്യക്ഷനായിരുന്നു. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി സെബി കൊടിയൻ, TV പ്രഭാകരൻ, താരാചന്ദ്രൻ, ശ്രീദേവി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിന്റെ 8ാം ഇടം ആഘോഷിച്ചു. പനംകുറ്റിച്ചിറ മേരിമാതാ ദേവാലയ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലയൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് കരിപ്പേരി സന്ദേശം നൽകി. പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ജോസ് കോനിക്കര, ട്രസ്റ്റിമാരായ ആന്റണി എലവത്തിങ്കൽ, തോമസ് മേച്ചേരി, ആന്റണി എരിഞ്ഞേരി, ലിറ്റോ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി.
മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോർജ് അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഇ രമേശൻ, രഘു നല്ലയിൽ, ഷൈൻ പള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വാളയാർ സഹോദരികളുടെ മരണത്തിൽ നീതിപൂർവമായ പുനരന്വേഷണം നടത്തി ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് കൈപ്പമംഗലം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി കൊച്ചുദേവസി അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അംഗങ്ങളായ ജിൻസി ബിജു, അനിൽ, പ്രഭാത്, റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ദിരാഗാന്ധിയുടെ 35ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കയ്പമംഗലം കൂരിക്കുഴിയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. കൂരിക്കുഴി പഞ്ഞംപള്ളിയിലെ ഇന്ദിരാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ അനുസ്മരണ യോഗത്തിൽ KPCC വിചാർവേദി ജില്ലാ സെക്രട്ടറി KB അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CJ പോൾസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ, PT രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നവംബർ 2 ശനിയാഴ്ച റേഷൻ കടകൾ അടച്ച് NFSA ഡിപ്പോവിന് മുന്നിൽ കൂട്ടധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റേഷൻ കടയിൽ ഇറക്കുന്ന സാധനങ്ങളുടെ തൂക്കം ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന സർക്കാർ ഉത്തരവും കോടതി വിധിയും അനുസരിക്കാതെ പഴയ രീതി തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തുന്നത്. വടക്കാഞ്ചേരി CPM ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സേതുമാധവൻ, ട്രഷറർ ശ്രീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര, കോൺഗ്രസ് നേതാക്കളായ ഷെന്നി ആന്റോ പനോക്കാരൻ, വിൽസൺ ആറ്റുപുറം തുടങ്ങിയവർ പങ്കെടുത്തു. മുല്ലശ്ശേരി BRCയിലെ അധ്യാപകർക്കുള്ള ഗണിത വിജയം ദ്വിദിന പരിശീലന പരിപാടി തുടങ്ങി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AP ബെന്നി പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെന്നി ജോസഫ് മുഖ്യാതിഥിയായി. KH സിന്ധു നേതൃത്വം നൽകി. കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് അവണൂർ അധ്യക്ഷത വഹിച്ചു. MA രാമകൃഷ്ണൻ, VV രാമകുമാർ, തോമസ് വടക്കൻ, ശ്രീജിത്ത് വരടിയം തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. ചാലക്കുടിക്കാരൻ ബിബിൻ തോമസ് 2ാം തവണയും സന്തോഷ് ട്രോഫിയിൽ കളിക്കും. നോർത്ത് ചാലക്കുടി കല്ലുവീട്ടിൽ തോമസ് മോളി ദമ്പതികളുടെ മകനാണ് ബിബിൻ തോമസ്. 2017 കേരളം ജേതാക്കളായ ടീമിലെ അംഗമായിരുന്നു ബിബിൻ. ഇപ്പോൾ കേരള പോലീസിന്റെ ഫുട്ബോൾ താരമാണ്. കോഴിക്കോടും ആന്ധ്രാപ്രദേശിലുമായി നടക്കുന്ന സന്തോഷ് ട്രോഫി ടീമിലേക്കാണ് വിപിൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ 35ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് നടന്ന രക്തദാന ക്യാമ്പ് അനിൽ അക്കര MLA ഉദ്ഘാടനം ചെയ്തു. സേവാദൾ ജില്ലാ ഓർഗനൈസർ PD റപ്പായ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജോസ് വള്ളൂർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. കാഴ്ച തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിയൂർ വധക്കേസും മാധ്യമ ഭരണകൂട മനുഷ്യാവകാശ ചിന്തകളും എന്ന വിഷയത്തിൽ തൃശൂരിൽ സംവാദം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ ബാലകൃഷ്ണൻ കുന്നമ്പത്ത് വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. കരീം പന്നിത്തടം, രാജൻ അലവത്തൂർ, മോഹൻദാസ് പാറപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാളയാർ വിഷയത്തിൽ തൃശൂർ YWCA അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേസ് പുനരന്വേഷണത്തിന് വിധേയമാക്കുക, പെൺകുട്ടികൾക്ക് മരണാനന്തര നീതി ഉറപ്പാക്കുക, കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പ്രസിഡന്റ് ഓമന J മൂക്കന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ചത്. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മഹാത്മാ മിനി മ്യൂസിയം തുറന്നു.
മഹാത്മാഗാന്ധിയുടെ സമര പോരാട്ടങ്ങളുടെ മുഹൂർത്തങ്ങൾ ചിത്രങ്ങളാക്കിയാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. സബർമതി ആശ്രമത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളുടെ പുനരാവിഷ്കാരമാണ് മിനി മ്യൂസിയത്തിലുള്ളത്. പത്തനാപുരം സ്വദേശി മനുവാണ് ചിത്രങ്ങൾ തയ്യാറാക്കിയത്. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പെയിന്റിംഗ് മത്സരങ്ങൾ നടന്നു. മുൻ MLA TU രാധാകൃഷ്ണൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയായ മുളയംകൂടത്ത് പാപ്പു, ഗാന്ധിയൻ, പ്രൊഫസർ RS പൊതുവാൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി അധ്യക്ഷത വഹിച്ചു. ആദൂർ മഹാത്മാ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം രമ്യ ഹരിദാസ് MP നിർവഹിച്ചു. ചടങ്ങിൽ മുതിർന്ന പൌരന്മാരെ ആദരിക്കലും SSLC+2 വിജയികളെ അനുമോദിക്കലും നടന്നു. കോൺഗ്രസ് ആദൂർ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KH മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ VK രഘുസ്വാമി, TK ശിവശങ്കരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സത്താർ ആദൂർ, ബാലകൃഷ്ണൻ കളത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുക, CPMന്റെ ജനദ്രോഹ നയങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും. മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CK ലോറൻസ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ലൈജു എടക്കളത്തൂർ, VK രഘുനാഥൻ, CT ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി കോൺഗ്രസ് ഏർപ്പെടുത്തിയ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗവും ഓൾ കേരള ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ കരീം പന്നിത്തടം ഏറ്റുവാങ്ങി. വ്യാപാരശ്രീ സംഗമത്തിൽ രമ്യ ഹരിദാസ് MP പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. അഴിമതിക്കെതിരായ മുന്നേറ്റത്തിന്റെ ഭാഗമായി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാടക്കത്ര പഞ്ചായത്ത് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ജനറൽ മാനേജർ റോസമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് പുളിക്കൻ, VS ഗോപി, സാവിത്രി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര കാർഷികേതര വികസന സഹകരണ സംഘത്തിന്റെ ആധുനികവൽക്കരിച്ച ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഞായറാഴ്ച നടക്കും. രാവിലെ 10-ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. സംഘം പ്രസിഡന്റ് KR ദിനേശൻ, വൈസ് പ്രസിഡന്റ് EN പ്രസന്നൻ, ഭരണസമിതി അംഗങ്ങളായ സുധാകരൻ മുണ്ടയ്ക്കൽ, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, PR പ്രമോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എളവള്ളി നോർത്ത് മഹല്ല് കമ്മിറ്റിയും റൂഹി ഫിദൽ മദീന കമ്മിറ്റിയും സംയുക്തമായി ഉംറ സംഗമവും മൗലീദ് മജ്ലിസും നടത്തി. മജ്ലിസിന്റെ ദുആയ്ക്ക് വെൺമനാട് TP അബൂബക്കർ മുസ്ലിയാരും ഉംറ സംഗമത്തിന് മഹല്ല് ഖത്തീബ് താജുദ്ദീൻ നിസാമിയും നേതൃത്വം വഹിച്ചു. SSF എളവള്ളി യൂണിറ്റ് മൗലീദ് പാരായണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ വീണ്ടും കാലവർഷക്കെടുതികൾ. പ്രക്ഷുബ്ധമായി തീരമേഖല. നിരവധി വീടുകൾ വെള്ളത്തിലായി. ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ചേറ്റുവ ഹാർബറിൽ നിന്ന് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം തകർന്നു. 6 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാതായി. ഒരു ബോട്ടിനെ കുറിച്ച് വിവരമില്ല. തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം. ഇരിങ്ങാലക്കുട നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ നിന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. നിരവധി സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. പരിശോധന തുടരുമെന്ന് അധികൃതർ. ആദൂർ വട്ടനാത്ര റോഡിലെ ഫാമിൽ നിന്ന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. പരിസരവാസികൾ ദുരിതത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.